പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSC പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കല്ലേ. PET എന്നത് താഴെ പറയുന്നതിൽ ഏതിന്റെ ചുരുക്കെഴുത്താണ്? പോളിയെത്തിലീൻ ടെർപ്പനോയിഡ്, പോളി ഈഥൈൽ ടെർപ്പനോയിഡ്, പോളിയെത്തിലീൻ, ടെർഫ്താലേറ്റ് ഇവയൊന്നുമല്ല. ശരിയുത്തരം പോളിയെത്തിലീൻ ടെറഫ്താലേറ്റ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് തെർമോപ്ലാസ്റ്റിക്? 1. പോളിയെത്തിലീൻ. 2. ടെഫ്ലോൺ. 3. പോളിവിനൈൽ ക്ലോറൈഡ്. 4. അക്രിലിക്. ശരിയുത്തരം 1, 2, 3, 4. ഖരാവസ്ഥയിലുള്ള സ്നിഗ്ധകമായി ലൂബ്രിക്കന്റായി ഉപയോഗിക്കുന്ന കാർബന്റെ അലോട്രോപ്പ് ഏതാണ്? ഫുള്ളറിൻ, ഗ്രഫിൻ, ഗ്രാഫൈറ്റ്, വജ്രം. ശരിയുത്തരം ഗ്രാഫൈറ്റ്. താഴെ പറയുന്നതിൽ ഹൈഡ്രജനുമായി യോജിക്കാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. 2. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. 3. പൂരിത എണ്ണകളെ അപൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നു. 4. ഹൈഡ്രജന്റെ സാന്ദ്ര വായുവിനേക്കാൾ കൂടുതലാണ്. ശരിയുത്തരം 3, 4. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഐസോഡോപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോഡോപ്പുകൾ. 2. ഒരു മൂലകത്തിന്റെ ഐസോഡോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ രാസസ്വഭാവം ഒരുപോലെയാണ്. 3 ഐസോഡോപ്പുകളിൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. 4 ഐസോഡോപ്പുകളിൽ പ്രോട്ടോണുകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. ശരിയുത്തരം 1, 2. ഇന്ധനങ്ങളുടെ അപൂർണമായ ജ്വലനം മൂലം പുറത്തുവരുന്ന വിഷവാതകമാണേത്? Nitrogen dioxide, carbon monoxide, carbon dioxide, sulfur dioxide. ശരിയുത്തരം കാർബൺ മോണോ ഓക്സൈഡ്. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നത് താഴെ പറയുന്നതിൽ ഏത് നിയമമാണ്? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഡാൽട്ടൺ നിയമം. ശരിയുത്തരം അവഗാഡ്രോ നിയമം. താഴെ പറയുന്നതിൽ ഭൗതികമാറ്റത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? പദാർത്ഥത്തിന്റെ രൂപം, വലുപ്പം, അവസ്ഥ തുടങ്ങിയ ഭൗതിക ഗുണങ്ങളിൽ മാത്രം മാറ്റം വരുന്നു. ഭൗതിക മാറ്റം സ്ഥിരമാണ്. പദാർത്ഥത്തിന്റെ രാസഘടനയിൽ മാറ്റം സംഭവിക്കുന്നില്ല. പുതിയ പദാർത്ഥം രൂപപ്പെടുന്നില്ല. ശരിയുത്തരം ഭൗതിക മാറ്റം സ്ഥിരമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഐസോബാറുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയുത്തരം 1, 2, 4. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം, ചെമ്പ്, അലൂമിനിയം, സ്വർണം. ശരിയുത്തരം മഗ്നീഷ്യം. പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, നിയോൺ. ശരിയുത്തരം നൈട്രജൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രഫീൻ, വജ്രം, ഗ്രാഫൈറ്റ്, ബക്കിബോൾസ്. ശരിയുത്തരം ഗ്രഫി. താഴെ തന്നിരിക്കുന്നവയിൽ ആസിഡുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. 2.
ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. 3 ആസിഡുകളുടെ pH മൂല്യം 7-ൽ കുറവായിരിക്കും. 4 കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ശരിയുത്തരം 2, 3, 4. കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? റയോൺ, നൈലോൺ, പോളിസ്റ്റർ, മേൽപ്പറഞ്ഞവയെല്ലാം. ശരിയുത്തരം റയോൺ. നീറ്റുകക്കയുടെ രാസനാമം എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. ശരിയുത്തരം കാൽസ്യം ഓക്സൈഡ്. താഴെ പറയുന്നതിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ്, യൂറിയ ഫോർമാൽഡിഹൈഡ്, ടഫ്ലോൺ, പോളിയസ്റ്റർ. ശരിയുത്തരം ടഫ്ലോൺ. ഞാനിത് എന്റെ കയ്യിൽ എടുത്തു പിടിച്ചാൽ മതി, അതിരുകും എന്ന് ഏത് ലോഹത്തിന്റെ ഗുണത്തെക്കുറിച്ചാണ് മെൻഡലിയഫ് അഭിപ്രായപ്പെട്ടത്? ഗാലിയം ജെർമേനിയം. ശരിയുത്തരം ഗാലിയം. പദാർത്ഥങ്ങളിൽ വൈദ്യുതി ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ, ഹംഫ്രി ഡേവി, മൈക്കൽ ഫാരഡെ, ഹെൻറിച്ച് ഗ്ലീസർ. ശരിയുത്തരം ഹംഫ്രി ഡേവി. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങളുണ്ടായിരിക്കും? 48, 36, 72, 24. ശരിയുത്തരം 72. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? 1 കാർബൺ ഡൈ ഓക്സൈഡ്, 2 മീഥേൻ, 3 നൈട്രസ് ഓക്സൈഡ്, 4 ഹൈഡ്രോഫ്ലൂറോ കാർബണുകൾ. ശരിയുത്തരം 1, 2, 3, 4. ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.